എന്നാ എന്നാ വരട്ടെ സാറേ. എന്താ കൊറിയറിൽ? അതെ ചിറ്റപ്പാ, കൊറിയയിലൊരു സ്വന്തക്കാരനുള്ള കാര്യം ഇതുവരെ എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ. കൊറിയ അല്ലടാ, കൊറിയർ. അങ്ങനൊരു സ്ഥലം ഉണ്ടായിരുന്നോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ. അത്യധികം സ്നേഹമുള്ള അച്ഛനും അമ്മയ്ക്കും 1000 നമസ്കാരങ്ങൾ. നിക്കേ, എന്നോടല്ലായിരുന്നല്ലേ? നിങ്ങൾ ആയുരാരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി വിവിധ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു വാങ്ങിയ പ്രസാദങ്ങൾ. അങ്ങനെയാ നല്ല പിള്ളേര്. ഇതാ. ഇതെല്ലാം ഒരിടത്തുനിന്ന് വാങ്ങിച്ച പോലെ ഉണ്ടല്ലോ. അതെയോ? അതേന്നെ. കൂടാതെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. എന്തോന്ന്? നിങ്ങളുടെ ഭാവി മരുമകളെ ഞാൻ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്താടി ഇത്? പ്രസാദത്തിന്റെ പുറകെ ഒരു ബോംബും കൂടെ. അവളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ആശീർവാദം വാങ്ങാൻ ആശയോടെ കാത്തിരിക്കുകയാണ് ഞാൻ. എവിടെ നിന്ന് കിട്ടിയിട്ട് നിനക്കവനെ? കൊള്ളാവല്ലോ. ഇതൊക്കെ എന്റെ കുറ്റം കൊണ്ടാണെന്നാ പറഞ്ഞു വരുന്നേ. ശരി ശരി. എന്ന് ആദരവോടെ, അഭ്യർത്ഥനയോടെ, സ്നേഹത്തോടെ, മര്യാദയോടെ, ആരാധനയോടെ, സംസ്കാരത്തോടെ. മതി നിർത്ത്. നേരത്തെ തന്നെ അവൻ നന്നായിട്ട് ഓടുന്നവനാ. അതിനു പുറകെ ഈ ഓട് ഓട് ഓടുന്ന് എന്തിനാ? ലവ് ചെയ്യണോ? ലവ് അവൻ പഠിച്ചിട്ട് ഇനി ഒന്നും വേണ്ട. നിങ്ങൾ പോയിട്ട് അവനെ കൈയോടെ കൂട്ടിക്കൊണ്ടു വാ. അതല്ലേ രണ്ടിലൊന്ന് തീരുമാനിക്കും ചിറ്റപ്പാ. ഈ അരിവാളെല്ലാം എന്തിനാടാ? അതെ ചിറ്റ, ഞങ്ങളൊക്കെ അറിവ് കൊണ്ട് ജയിക്കുന്ന ആൾക്കാരാ. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി കരുതിയതാ. ആരായിരിക്കും ഇത്? ഹലോ എടാ, ഞാൻ ഒരു യുദ്ധത്തിന് പോവാ. തിരിച്ചു വന്നിട്ട് തലയുണ്ടെങ്കിൽ വിളിക്കാം. എന്താ? സുനാമി വരുന്നു. എവിടെടാ ചെല്ലപ്പൻ? ചെല്ലപ്പ എവിടെയാണോ നീ? ചോദിച്ചു കേട്ടില്ലേ? ഇയാളുടെ മുതലാളിനോട് വരാൻ പറ. ആരോടാ നീ സംസാരിക്കുന്നത് നിനക്കറിയോ? ഒരുമാതിരി ചിമ്പാൻസിക്ക് കളർ ഷർട്ട് ഇട്ട പോലെ. ഞാൻ വിചാരിച്ചു ആരാണോ ബന്ധുക്കാര്? കറക്റ്റ്. പഠിക്കാൻ വന്ന എന്റെ പയ്യനെ പോക്കറ്റിലാക്കിയിട്ട് ബന്ധുക്കാരനാണെന്ന്. എവിടെയാ എന്റെ പയ്യൻ? ഇറക്കി വിടറാ ഞങ്ങളുടെ പയ്യനെ. ഗുരുമൂർത്തി